മാത്രം അരിയാഹാരം കഴിക്കാം. അതുപോലെ തന്നെ ഇതിനൊന്നും സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതം അനുഷ്ഠാനിക്കാം. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പകൽ ഉറങ്ങാനായിട്ട് പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമജപത്തോടെ കഴിയുന്നത്, മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് ഈ പാരണ വീട്ടുക എന്ന് പറയുന്നത്. ഈ സുദിനത്തിൽ തുളസി തീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട്. നമ്മുടെ ഇടയിൽ ധാരാളം കാണാം അങ്ങനെയുള്ള ആൾക്കാരെ. അഥവാ പൂർണ്ണ ഉപവാസം സാധ്യമല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ഉപവസിക്കുന്നവരും ഉണ്ട്.